ഞാനിപ്പോൾ ഉള്ളത് കവരത്തിയിലാണ്. ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും അത് പിന്നെ ഫുട്ബോൾ കളി കാണാൻ വന്നാണെന്നാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാം. ഇതാണ് സംഭവം, കണ്ടോളൂ. ഇതുവരെ നമ്മൾ കണ്ട ഭാഗങ്ങളാണ്. ഇത് ഫുട്ബോൾ കളി കാണാൻ വന്നതല്ല, നാളെ എണ്ണ കൊടുക്കും. അപ്പം ഇന്ന് രാത്രി തന്നെ ഇവിടെ ബൈക്കുകളൊക്കെ വരി നിർത്തിയാണ്. കവരത്തിയിലാണ് ഈ സ്ഥലം. എണ്ണക്ക് ചില സമയത്ത് ഇവിടെ ക്ഷാമാണ്. ഇപ്പോൾ നിർത്തിയിരുന്നുണ്ട്, ആളുകൾ കാണാം ഉണ്ടല്ലേ. ഇനി ഈ ലൈന് അങ്ങനെ അതുവരെ പോവും, ഏകദേശം 1 കിലോമീറ്ററോളം. ഇനി ഞാൻ പമ്പ് കാണിച്ചു തരാം. ഇന്ത്യൻ ഓയിലിന്റെ പമ്പിനോട് ചാരിയിട്ടാണ് ഉള്ളത്. ഇത് ഈസ്റ്റേൺ ജെട്ടിന്റെ പരിസരത്താണ് ഉള്ളത്. ഇതാണ് ഇന്ത്യൻ ഓയിലിന്റെ പമ്പ്. ഇനി ഈ പമ്പിന്റെ അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതെന്താണെന്ന് നോക്കാം നമുക്ക് പോയിട്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേജും പ്രോഗ്രാമും ഉണ്ട്. അവിടെ പെട്രോള് നോ സ്റ്റോക്ക്, ഡീസൽ നോ സ്റ്റോക്ക്. ഇതിന്റെ തൊട്ടടുത്ത് സ്റ്റോക്കാണ്. അപ്പുറത്ത് വലിയൊരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ ഒരു മണലിൽ വെച്ച് കയറ്റും. ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഒരു സ്റ്റേജാണ്. അവിടെ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് ആ മണൽ കംപ്ലീറ്റ് ഉണ്ടല്ലേ. ഈ മണലിൽ ആളുകൾ ഇരിക്കുക. അങ്ങ് ആ ദൂരത്തുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ഇത് കപ്പലും ഹൈ സ്പീഡ് ബോട്ടൊക്കെ വന്ന് ഇറങ്ങുന്ന ഈസ്റ്റേൺ ജെട്ടിയാണ് ഈ കാണുന്നത്. അതിലേക്ക് എൻട്രൻസ് ആണ് ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഈ പ്രൊജക്ടർ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം. അപ്പോൾ അത് കുറച്ച് ആൾക്കാരുണ്ട്, വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളത്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ കൈകാര്യം ചെയ്യുന്നത്. ക്യാമറയുടെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗോൾഡ് മെഡൽ കഴുത്തിൽ അണിഞ്ഞിട്ട് സിനിമയുടെ പുറകെ പോയില്ല. എന്താ മാനിപ്പുലേറ്റ് ചെയ്ത് ഒറിജിനൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്യണം തന്നെ എന്റെ കഴപ്പ്. മനസ്സിലായോ? നവപാടുടെ ഒരു സിനിമ രാത്രി പ്രൊജക്ടർ ഇട്ടതാണ് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി. പറ്റില്ല, അവരുടെ അവസ്ഥ